റോഡിന്റെ ഓരത്ത് തൊലിവെളുപ്പുള്ള ഏതെങ്കിലും ഒരു ഗൾഫുകാരന്റെ ഭാര്യ തിരിച്ചു കാണിച്ചാൽ പാതിരാത്രി മുഴുവനും ഫോൺ വിളിച്ചുകൊണ്ട് അവളുടെ വീടിൽ മണിയറയ്ക്കകത്തേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാർ, എന്റെ പൊന്നുമോരെ, ഒരു സുന്ദരിയായ പെണ്ണ് വിളിക്കുമ്പോൾ ആരും അറിയില്ലടാ, ആരും കാണില്ലടാ, ഒന്ന് വന്നിട്ട് എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ എന്ന് തൊലിവെളുപ്പുള്ള ഒരു ചെറുപ്പക്കാരി നിന്നെ വിളിക്കുമ്പോൾ, അല്ലെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണുണ്ടല്ലോ ഭർത്താവിനെക്കാൾ സമ്പത്തുള്ളവനും സൗന്ദര്യമുള്ളവനും നിന്നെ വിളിക്കുമ്പോ അല്ലാഹുവിനെ പേടിച്ചു കഴിഞ്ഞാല്, അല്ലാഹുവിനെ പേടിച്ചു കഴിഞ്ഞാല്, നിന്റെ ഭർത്താവിനെ ചതിക്കാതിരുന്നാല്, പൊന്നുമോളെ, നിങ്ങൾക്ക് കിട്ടുന്ന അവസരം എന്താണെന്നറിയുമോ? ആരും കാണാതെ ഒരു അവസരം കിട്ടുമ്പോൾ ആരും അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മോഹം തീർക്കാതെ, എനിക്ക് നിന്നെ വേണ്ടടി, എന്റെ വീട്ടിലിരിക്കുന്ന പാവപ്പെട്ട പെണ്ണുണ്ടല്ലോ, അവൾ എനിക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നത്, അവളുടെ ശരീരം എനിക്ക് വേണ്ടിയാ കാത്തു സൂക്ഷിക്കുന്നത്, അവളെ എനിക്ക് ചതിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വിളിക്കുമ്പോൾ, എന്റെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് മാസങ്ങളായടാ, വർഷങ്ങളായടാ, എനിക്ക് മോഹമുണ്ടടാ, എനിക്ക് വികാരമുണ്ടടാ, പക്ഷേ ആ പാവപ്പെട്ടവനെ ചതിക്കാൻ എനിക്ക് മനസ്സില്ലടാ. അവന് സൗന്ദര്യമില്ലാത്തവനാണെങ്കിലും, അവന് കറുത്തവനാണെങ്കിലും, അവന് പണമില്ലാത്തവനാണെങ്കിലും, അവൻ ആരുമാകട്ടെ, എന്നെങ്കിലും ഒരിക്കലും അവൻ മടങ്ങി വരുമടാ, എന്റെ മോഹമെന്ന് സാധിച്ചു തരുമടാ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, പട്ടണത്തിലൂടെ നടന്നു പോവുകയാണ്. കമ്പോളത്തിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോൾ തന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്, തന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്. എല്ലാവരും ചോദിക്കുന്നു, യാഫിയേ, എവിടെന്ന് മേടിച്ച് യാഫിയേ ഈ സുഗന്ധം? എവിടെ നിന്നാണ് നീ വാങ്ങിച്ചത്? വല്ലാത്ത സുഗന്ധമാണല്ലോ. യാഫി എന്ന ചെറുപ്പക്കാരൻ ആരോടും പറയുന്നില്ല, എന്റെ ശരീരത്തെ സുഗന്ധം തേച്ചിട്ടില്ല. തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പണ്ഡിതനായ മനുഷ്യൻ തന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് ചോദിക്കുന്നു, യാഫിയേ, എവിടെന്നാടാ ഈ സുഗന്ധം? എവിടെന്നാടാ ഈ സുഗന്ധം? വല്ലാത്ത സുഗന്ധമാണല്ലോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, യാഫി എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അതങ്ങോട്ട് ചോദിക്കുമ്പോ പൊട്ടിക്കരയുകയാണ്, തന്റെ മുഖം അങ്ങോട്ട് പൊത്തുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആഴ്ചകൾക്ക് മുമ്പ് ഈ രാജ്യത്തെ രാജാവുണ്ടല്ലോ, ആ രാജാവിന്റെ സുന്ദരിയായ മകളുണ്ടല്ലോ, ഈ നാട്ടിലെ ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന സൗന്ദര്യ റാണിയുണ്ടല്ലോ, ആ രാജകുമാരി എന്റെ വീട്ടിലേക്ക് തോഴിമാരെ പറഞ്ഞു വിടുകയാണ്. എന്റെ വീട്ടിലേക്ക് തോഴിമാര് വരികയാണ്, കൊട്ടാരത്തിലേക്ക് എന്നെ വിളിക്കുകയാണ്. ഞാൻ കൊട്ടാരത്തിലേക്ക് കടന്നു പോയപ്പോ ആ കൊട്ടാരത്തിന്റെ കവാടങ്ങൾ മുഴുവനും തോഴിമാരടയ്ക്കുകയാണ്. അവസാനം രാജകുമാരിയുടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു പോകുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, തന്റെ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് മണിയറയ്ക്കകത്തേക്ക് കടന്നു വരികയാണ്. ഈ യാഫി എന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ ശരീരത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഒരു ചുടുചുംബനം കൊടുത്തിട്ട് പെണ്ണ് പറയുന്നു, എടാ യാഫിയേ, നിന്നോട് വല്ലാത്ത സ്നേഹമാടാ, നിന്നോട് വല്ലാത്ത പ്രേമമാടാ, നിന്നോട് അടങ്ങാത്ത ആഗ്രഹമാടാ, എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ, എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ, ആരും അറിയില്ലടാ, ആരും കാണില്ലടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരാൻ പറഞ്ഞിട്ട് രാജാവിന്റെ പൊന്നുമകള് ശരീരം തുറന്ന് കാണിച്ചിട്ട് വസ്ത്രമെടുത്തിട്ട് ഒരുങ്ങടാ എന്ന് പറഞ്ഞിട്ട് മണിയറ വാതിലടച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു സുന്ദരിയായ പെണ്ണ് വിളിച്ചപ്പോൾ ആരും കാണാതെ മണിയറയ്ക്കകത്ത് സുജൂദിലേക്ക് വീഴുകയാണ്. യാഫി എന്ന ചെറുപ്പക്കാരൻ കരയുകയാണ്. എന്തിനാ കരയുന്നതെന്നറിയുമോ? പടച്ച റബ്ബേ,
ഈ പെണ്ണിന്റെ ചതിയിൽ നിന്ന് കാക്കടയല്ല. പടച്ചവരെ, രാജാവിന്റെ മണിയറയ്ക്കകത്താണ് റബ്ബേ, എന്നെ രക്ഷിക്കടയല്ല, എനിക്ക് സ്വർഗം ഹറാമാക്കല്ലേ എന്ന് പൊട്ടിക്കരയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ള പെണ്ണൊന്ന് ചിരിച്ചു കാണിച്ചാൽ അവളുടെ ഫോൺ നമ്പരും വാങ്ങിയിട്ട് പാതിരാത്രിയിൽ ആരും കാണാതെ വീടിന്റെ മതിൽ ചാടിയിട്ട് അകത്ത് പോയിട്ട് നിന്റെ മോഹം തീർത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിലൊരു ചിന്തയാ, ആരും കണ്ടില്ലല്ലോ, ആരും അറിഞ്ഞില്ലല്ലോ, ആരും പിടിക്കപ്പെട്ടില്ലല്ലോ. പക്ഷേ ചെറുപ്പക്കാരാ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുപടാ, ഒരു ദിവസം നിന്നെ പിടിക്കപ്പെടുപടാ. അന്ന് നിന്റെ അഭിമാനം നഷ്ടപ്പെടുകയാണ്, നിന്റെ അഭിമാനം നഷ്ടപ്പെടുകയാ, നിന്റെ ഈമാൻ നഷ്ടപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കുകയാണ്, പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കുകയാണ്. പാവപ്പെട്ട മാതാപിതാക്കളെ മകളെ സ്കൂളിൽ വിടുമ്പോൾ തന്റെ കാമുകനോടൊപ്പം അതാ അടിവാരത്തിലും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ശരീരം പങ്കുവെക്കുകയാ. ഒന്നും രണ്ടും ചെറുപ്പക്കാരുടെ ശരീരം പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നടക്കുമ്പോൾ, പൊന്നുമോളെ, കാമുകന്റെ പുറകെ ബൈക്കിലിരുന്ന് പോകുമ്പോഴാ നീ അങ്ങ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അന്യ പുരുഷനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരും അറിയാതെ വീടിനകത്ത് മണിയറക്കകത്ത് കിടക്കുമ്പോഴാ മലക്കുൽ മൗത്ത് അസ്റായീൽ നിന്റെ വീടിനകത്തേക്ക് കടന്നു വരുന്നതെങ്കിൽ പൊന്നുമോളെ, ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ഹസ്റത്ത് ദുനിയാ വല്ലാഹിറ. എന്തിനാ മോളെ ദുനിയാവും ആഖിറവും ഒരൽപ്പം സ്നേഹത്തിന് വേണ്ടി, ഒരൽപ്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി വലിച്ചെറിയുന്നത്? ആ കിടപ്പിലെങ്ങാണ് കിടന്ന് മരിച്ചാൽ തന്റെ കാമുകനെയും വെച്ചുകൊണ്ട് ബൈക്കിന്റെ പുറകിൽ പോകുമ്പോൾ പാണ്ടിലോറി നിന്റെ നെഞ്ചത്ത് കൂടെ കേറിയിട്ട് നീ ചത്തുപോയാൽ നിന്നെ ഗർഭം ധരിച്ച മാതാപിതാക്കള് ദുആ ചെയ്യുമോ? നിന്റെ വാപ്പ ദുആ ചെയ്യുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ മക്കള് ദുആ ചെയ്യുമോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നെ കുറിച്ച് നല്ലത് പറയുമോ? എന്തിനാ മോളെ ജീവിക്കുന്നത്? ഇത്രയ്ക്കും വലിയ പിടിച്ചു നിർത്താൻ കഴിവില്ലാത്തവളാണോ? ഏതെങ്കിലും ഒരുത്തം വന്ന് വിളിക്കുമ്പോൾ അവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ നോക്കുന്നില്ല. പാവപ്പെട്ട ഭർത്താവിനെയും മക്കളെയും വലിച്ചെറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പ്രിയപ്പെട്ട പെങ്ങള്, മറക്കല്ലേ മോളെ, എവിടെ പോയാലും നന്നാവില്ല മോളെ. ചതിച്ചുകൊണ്ടൊരു ജീവിതം വേണ്ട മോളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഒരു സുന്ദരിയായ പെണ്ണ് വിളിച്ചപ്പോ മണിയറയ്ക്കകത്ത് കിടന്ന് കരയുകയാണ്, മണിയറയ്ക്കകത്ത് കിടന്ന് കരയുകയാണ്. അതാ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ യാഫി എന്ന ചെറുപ്പക്കാരൻ ചാടി എഴുന്നേക്കുകയാണ്. മണിയറയ്ക്കകത്ത് നിന്ന് ചാടി എഴുന്നേറ്റിട്ട്, പടച്ചവനെ, ഈ പെണ്ണിന്റെ ശരീരമാണല്ലോ ആഗ്രഹിക്കുന്നത്, എന്റെ ശരീരമാണല്ലോ ഈ പെണ്ണ് ആഗ്രഹിക്കുന്നത്. അതിനകത്തിരുന്നിട്ട് മലമൂത്ര വിസർജനം നടത്തുകയാ. ആ വിസർജനം വാരി തന്റെ ശരീരത്ത് തേക്കുകയാണ്. രാജാവിന്റെ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, മണിയറ വാതിലങ്ങോട്ട് തുറന്നിട്ട് കടന്നു വരുമ്പോ യാഫി എന്ന ചെറുപ്പക്കാരന്റെ അവസ്ഥ കണ്ടിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു, യാഫിയേ, ആരും അറിയില്ലല്ലോ, ആരും കാണില്ലല്ലോ, ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണിനോട് പറയുന്നടി, പെണ്ണേ, ഇന്നി അഖാഫുല്ലാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാടി. ആരുടെ കണ്ണ് വെട്ടിച്ചാൽ അല്ലാഹുവിന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ എനിക്ക് പോകണ്ടേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണ്ടേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനടുക്കൽ താമസിക്കണ്ടേ, പ്രവാചകന്റെ കൂട്ടുകാരനാകണ്ടേ. അതുകൊണ്ട് പെണ്ണേ, എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറയുമ്പോൾ, മണിയറയ്ക്കകത്ത് നിന്ന് ആട്ടിയോടിക്കുമ്പോ യാഫി എന്ന ചെറുപ്പക്കാരനതാ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അൽഹംദുലില്ലാഹ്,
നരകം എനിക്ക് ഹറാമാക്കിയല്ലോ, സ്വർഗം എനിക്ക് നിർബന്ധമാക്കിയല്ലോ. വർഷങ്ങളായി ഞാൻ കാത്തു സൂക്ഷിച്ച ഈമാൻ കുടിച്ചു മൂടിയില്ലല്ലോ റബ്ബേ. നാളെ ജനങ്ങളുടെ മുന്നിൽ നാളെ മഹ്ശറിൽ തലകുനിച്ച് നിൽക്കേണ്ട ഗതി എനിക്കില്ലല്ലോ. അല്ലാഹനെ സ്തുതിച്ചുകൊണ്ട് തൗബ ചെയ്തിട്ട് യാഫി എന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിൽ കടന്നുറങ്ങുകയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. തന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നടാ യാഫിയേ, എഴുന്നേക്കടാ യാഫിയേ. ഒരു സുന്ദരിയായ പെണ്ണ് തന്റെ ശരീരം കാണിച്ചിട്ട് ആരും അറിയില്ലെന്ന് പറഞ്ഞിട്ട് മണിയറയ്ക്കകത്തേക്ക് നിന്നെ വിളിച്ചപ്പോ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ നിൽക്കണമെന്നുള്ള മോഹത്തോട് ആ പെണ്ണിനെ വലിച്ചെറിഞ്ഞവനെ എഴുന്നേക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ചുടുചുംബനം കൊടുത്തപ്പോ മരിക്കുവോളം തന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമടിച്ച് വീശിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, അവസരം കിട്ടുമ്പോ അല്ലാഹനെ ഓർത്താൽ ഏതെങ്കിലും ഒരു രാത്രി നിന്റെ വീടിനകത്തേക്ക് അല്ലാഹുവിന്റെ റസൂല് കടന്നു വരും മോളെ.